യാതൊരു വിധത്തിലുള്ള കെമിക്കലും ഇല്ലാതെ പക്ക നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കും ചെയ്യാം. നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതല്ല, മാസത്തിൽ 3-4 തവണ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും അതുപോലെ തന്നെ നമ്മുടെ അകാലനരൊക്കെ നന്നായിട്ട് കുറയാനും സഹായിക്കും കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്നതാണ്, നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം. സമയമുള്ളപ്പോൾ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത് എടുത്തിട്ടുള്ളത് നമ്മുടെ ശംഖുപുഷ്പാണ്. ഇപ്പൊ എല്ലാ വീടുകളിലൊക്കെ കാണുന്നതാണ്, വേലി അരികിലൊക്കെ കാണൂലെ. ഈ ശംഖുപുഷ്പത്തിന്റെ ഗുണം ഒത്തിരിയാണ്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ ഞാൻ കുറച്ച് ഒരു 10-20 ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടതാണ് ഇത് നീലാംബരി ചെടീന്റെ ഇലയാണ് കേട്ടോ. അപ്പൊ ഇല ഞാൻ കുറച്ച് മുന്നേ രാവിലെ ഒടിച്ചു വെച്ചതായിരുന്നു, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാടിപ്പോയി, കാരണം നല്ല ചൂടാണല്ലോ ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് വാടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നീലാംബരി എണ്ണ കാച്ചുന്ന വീഡിയോ കുറച്ച് മുന്നേ ചാനലിൽ ഇട്ടതായിരുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, സ്ഥിരമായിട്ട്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് സ്ഥിരമായിട്ട് നീലാംബരി എണ്ണ മാത്രമാണ് കേട്ടോ തേക്കുന്നത്. അപ്പൊ ആ ഒരു കുട്ടിക്ക് പറഞ്ഞാല് മുടി നന്നായിട്ട് ഒരു ഓർമ്മ വെച്ച അന്ന് മുതലേ തേക്കുന്നതാണ്. മുടി നല്ല കട്ടിയിലും നല്ല കരി പോലത്തെ കറുപ്പ് മുടി. ഇപ്പൊ പറഞ്ഞാല് പ്രത്യേകിച്ച് എല്ലാവരുടെ മുടിയിലും നേരെ ഉണ്ടാവൂലേ. അപ്പൊ അത് കുറയാനൊക്കെ നീലാംബരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറി കിട്ടും കേട്ടോ. നീലാംബരി എണ്ണ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് കാച്ചിയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ പൊടി വാങ്ങിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് പറഞ്ഞാല് ഒന്നുമല്ല, നമ്മുടെ എണ്ണ സാധാ വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് നീലാംബരി പൊടി 2-3 സ്പൂൺ ഇട്ടിട്ട്, ഒരു 200 ഗ്രാം ആണെങ്കിൽ 2-3 സ്പൂണ് നീലാംബരി പൊടി ഇട്ടിട്ട് വെയിലത്ത് വെച്ച് കൊടുക്കുക. ഒരു 10 ദിവസം വെയിലത്ത് വെക്കുക, അതേപോലെ തന്നെ ഒരു 10 ദിവസം തണലിൽ വെക്കുക, എന്നിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. നല്ല റിസൾട്ട് ആണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ എടുക്കുന്നത് മുരിങ്ങേന്റെ ഇലയാണ്. അപ്പൊ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്, മുരിങ്ങയില നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. മുരിങ്ങേന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കട്ടി തോന്നിക്കാനും മുടി നന്നായിട്ട് കരി പോലെ കറുത്ത് വരാനും മുരിങ്ങ സഹായിക്കുക. അപ്പൊ ഞാനിതാ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം ഞാനിതാ ഇതുപോലെ ഇടുന്നുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇട്ട് വെക്കുമ്പോ തന്നെ ആ ഒരു ശംഖുപുഷ്പത്തിന്റെ കളർ ഉണ്ടല്ലോ, ആ ഒരു പൂവിന്റെ ആ ഒരു വയലറ്റ് ബ്ലൂ കളറ് നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പൊ ഈ ഒരു വെള്ളം കുടിച്ചാൽ നമുക്ക് ഭയങ്കര നല്ലതാണല്ലേ. അപ്പൊ കുറെ ആളുകൾ സ്ഥിരമായിട്ട് കുടിക്കുന്നതായിരിക്കും, ഞാനും സ്ഥിരമായിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. ശംഖുപുഷ്പം ഒത്തിരി നല്ലതാണ്. നമ്മൾ ഒരു സമയത്ത് ഇപ്പൊ രാവിലേക്ക് കാപ്പി കുടിക്കുന്നതിന്റെ പകരമായിട്ട് ഒരു ഗ്ലാസ് ശംഖുപുഷ്പ വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ കുറച്ചു നേരം അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ആ പൂവ് ചൂട് മാറിയിട്ടില്ല കേട്ടോ, ഒന്ന് ഇച്ചിരി നേരം ഇട്ട് വെക്കുമ്പോ കണ്ടോ കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ചൂടൊക്കെ മാറിയിട്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങേന്റെ ഇലയും നമ്മുടെ ഈ ഒരു നീലാംബരി ഇലയും കൂടി ചേർത്തിട്ട് ഞാനിതാ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. മുരിങ്ങേന്റെ ഇലയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. മുരിങ്ങേന്റെ ഇലയല്ല, പൊടി ഇട്ടോ, പൊടി വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നീലാംബരി പൊടി നമുക്ക് വാങ്ങിക്കാം. അപ്പൊ അത് രണ്ടും കൂടി പൊടിയാണെങ്കിലും പ്രശ്നമില്ല. ഇതുപോലെ വെള്ളം ഈ ഒരു ശംഖുപുഷ്പത്തിന്റെ വെള്ളം ഒഴിച്ചിട്ട് ചാലിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാലിച്ചെടുത്താൽ മതി. അപ്പൊ ഇത് പറഞ്ഞാൽ പക്ക നാച്ചുറൽ ആണ്. നമുക്ക് വീട്ടിലുള്ള ഈ ഒരു ഇല മാത്രം ഞാൻ പറിച്ചെടുത്തത്, അത് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അരച്ചെടുത്ത ഈ ഒരു നമ്മുടെ നീലാംബരി, നമ്മുടെ മുരിങ്ങി, അതുപോലെ ശംഖുപുഷ്പം ചേർത്തിട്ട് അരച്ചെടുത്ത ഈ വെള്ളം ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലേക്ക് ഞാനിങ്ങനെ ഒഴിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് അതിന്റെ വെള്ളം മാത്രം എടുക്കുക, അങ്ങനെ ഉപയോഗിച്ചാലും മതി. ഇനി അതല്ല നിങ്ങൾക്ക് ഈ മട്ടോടൊക്കെ തേക്കാൻ പ്രയാസമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. അപ്പൊ ചിലരൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, ആ വെള്ളം മാത്രം തുണി ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലും മുടിയിലും മട്ടൊന്നും പിടിച്ചു നിൽക്കില്ല. അപ്പൊ അങ്ങനെ ചെയ്യാട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ എൻ്റെ മുടിയിൽ തേച്ച് കൊടുക്കുന്നത്. പിറ്റേ ദിവസം ആവുമ്പോഴേക്ക് ഇതിങ്ങനെ കരി പോലത്തെ കറുപ്പ് കളറായിരിക്കും. ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലും കൂടി വെക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഇപ്പൊ ഇരുമ്പിന്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കുക കേട്ടോ. അത് ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ഇതൊന്നും ചെയ്യരുത്. പിന്നെ നീലാംബരീന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് മുടിയിൽ തേച്ച് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ അത് കറുത്ത് വരൂല. ഒരു 4-5 മണിക്കൂർ ആവുമ്പോഴാണ് കേട്ടോ അതിന് ആ നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടണേ. ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് കാണിക്കാം കേട്ടോ മുടിയിൽ. ഇപ്പൊ എന്റെ മുടി നരച്ചിട്ടല്ല, ഞാൻ എന്റെ മുടി
മുടീന്റെ വളർച്ചയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഒന്ന് തേച്ച് ഞാനിപ്പോ പറഞ്ഞാല് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതല്ല തേക്കുന്നത്, അല്ലാതെ നമ്മൾ ചെയ്ത് എടുത്ത ആ ഉടനെ ഉള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് തേച്ച് കാണിക്കുന്നത്. ഇതുപോലെ മുടിയിൽ എല്ലാ ഭാഗത്തും ഇപ്പൊ നേരെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ മുടിക്ക് നല്ലതായിരിക്കും. മുടിക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കുക. അല്ല ഹെയർ ഗ്രോത്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ മുടിയൊക്കെ കഴുകി കളയുമ്പോൾ നല്ല തിക്കായിട്ട് മുടിക്ക് ഒരു പ്രത്യേക കട്ടിയും വണ്ണവും തോന്നിക്ക്. ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ.